നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന പതിവ് വന്നിട്ട് ഭയങ്കര വിശേഷപ്പെട്ട ഒരു പതിവിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് ഓഗസ്റ്റ് മാസം വരും വളർപ്ര പഞ്ചമി അപ്ഡേറ്റ് ആണ്. തിഥി വന്നിട്ട് 17-ാം തീയതി തിങ്കളാഴ്ചയാണ് വരുന്നത്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 16-ാം തീയതി ഞായറാഴ്ച രാത്രി 9 മണി വരെയാണ്. മുന്നേ ഇരുന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിൽ പുതുതാണ്, നിങ്ങൾക്കും ചേരണമെച്ചാൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ്. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ പതിവ് വന്നിട്ട് നാളെ വെള്ളിയാഴ്ച 14-ാം തീയതി മിക അർബുദமான ഒരു ഡേ. ഈ ആടിമാസത്തിൽ വന്നിട്ട് നിറയെ വെള്ളിയാഴ്ച വന്നിട്ടുണ്ട്. എന്നാൽ വരാൻ പോകുന്നത്, അതായത് നാളെ വെള്ളിയാഴ്ചയാണ് ഈ ആടിമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച, 14/8/2026. അതിനാല് ഈ വെള്ളിയാഴ്ച വന്നിട്ട് ആരും വെറുതെ വിട്ടുകളയരുത്. ഈ വെള്ളിയാഴ്ച വന്നിട്ട് സാധാരണ വെള്ളിയാഴ്ച അല്ല, ആടിപ്പൂരവും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല, ആടി മാസത്തിലെ 3-ാം പിറയും അന്നാണ് ചേർന്ന് വരുന്നത്. സോ അന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ, എങ്ങനെ വന്നിട്ട് പിറ കുറച്ചായിട്ട് വളർന്ന് തന്നോട് മുഴുവൻ വെളിച്ചത്തെ, പ്രകാശത്തെ ഈ ലോകത്തിന് മുഴുവായിട്ട് കാണിക്കുന്നത്, അതുപോലെ തന്നെ നാമും ജീവിതത്തില് കുറച്ചായിട്ട് വളർന്ന് ഒരു മുഴുമേല് എത്തിച്ചേരണം. നമ്മുടെ ജീവിതത്തില് നാമും ആ നിലാവിനെ പോലെ പ്രകാശിക്കണം. അതാണ് ഇതിന്റെ കരുത്ത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നിലാവിന്റെ വളർച്ച, അത് വളർന്ന് കുറച്ചായിട്ട് വലുതാവില്ലേ, അതാണ് നമുക്ക് ഉണർത്തുന്നത്. ഒരു ചില പേരെല്ലാം മറ്റവരങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ജലസ് ആകും. അവരൊക്കെ നല്ലായിരിക്കുന്നു, അവർ ഏത് വഴി പിൻപെട്ടിട്ടാണ് ഇങ്ങനെ നല്ലായിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. നിറയെ വഴികളിരിക്കും. ഇന്ന് നോക്കിയാൽ അവരെല്ലാം വന്നിട്ട് വിജയം കയ്യിൽ കിട്ടിയവരായിട്ടേ ഇരിക്കും. എന്നാല് കുറുക്ക് വഴിയിൽ ഒരാള് എത്ര പെട്ടെന്ന് മേലെ പോകുന്നുവോ അതിനേക്കാളും വേഗത്തിൽ തന്നെ അവർ താഴെ വന്ന് വീഴുകയും ചെയ്യും. നമ്മൾ വന്നിട്ട് നേർവഴിയിൽ കുറച്ച് താമസിച്ച് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയാലും പറവായില്ല, നമുക്ക് കിട്ടുന്ന വിജയം എന്നത് അത് എന്നേക്കുമായിട്ടും നമുക്ക് ഫിക്സ് ആയിട്ടുള്ളത്. അത് വന്നിട്ട് ആരാലെയും മാറ്റവും മുടിയാതെ, ആരാലെയും ക്വസ്റ്റ്യൻ ചെയ്യവും മുടിയാതെ, അതാണ് യഥാർത്ഥ വിജയം. ഒരു ചില പേര് നോക്കും, ഞാൻ എന്ത് ചെയ്താലും തടസ്സമായിട്ടിരിക്കുന്നു, എനിക്കുള്ളത് മാത്രം മാറിപ്പോകുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു കഷ്ടം. അങ്ങനെ നിങ്ങൾ മനസ്സ് നൊന്തു പോകാതിരിക്കുക. വെള്ളിയാഴ്ച വന്നിട്ട് ആടിപ്പൂരം, ഈ ലോകത്തെ മുഴുവനും കെട്ടിക്കാക്കുന്ന അമ്മ ആദിപരാശക്തിക്ക് വന്നിട്ട് അന്നേ ദിവസം നമ്മൾ വളകാപ്പ് നടത്തും. സോ പറ്റുന്നവർ വളകളൊക്കെ വാങ്ങിക്കൊടുക്കണം. നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ വിളിച്ചിട്ട് അവർക്ക് വളകളൊക്കെ വാങ്ങിക്കൊടുത്ത്, മീൻസ് ഒരു ഡസൻ വള വാങ്ങിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ 3-ാം പിറയാണ് ഈ ദിവസം. പിറ ദർശനം നോക്കുന്നവരെന്ന് വെച്ചാൽ അദൃഷ്ടശാലികൾ എന്നാണ് പറയപ്പെടുന്നത്. ആ പിറയെ നോക്കി ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്ന് വേണ്ടിയാല് നമ്മ വന്ന് ജീവിതത്തില് എല്ലാ സുഖ സൗകര്യങ്ങളും പണവരവും നേടിയെടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും പെരുമയാർന്ന ഒരു നാള്. ഈ നാള് ഏത് കാരണം കൊണ്ടും നിങ്ങൾ വെറുതെ വിട്ടുകളയരുത്. ഞാനിപ്പം പറയാൻ പോകുന്നത് ഒരു മിക അർബുദമായ വഴിപാട് മുറയാണ്. സോ ഇതിൽ വന്നിട്ട് നമ്മൾ ശുക്രനിക്ക് ഒരുങ്ങിയ ഒരു ചില വസ്തുക്കൾ വന്നിട്ട് பயன்படுത്തണം. ദാറ്റ് മീൻസ് ശുക്ര ഭഗവാനെ നമ്മൾ നമ്മുടെ വശം ആക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും വന്നിട്ട് ശുക്ര ഭഗവാൻ നല്ല ടോപ്പിലിരിക്കണമെന്നില്ല. ഒരു ചില പേരെ നമ്മൾ നോക്കിയാലേ അറിയാം, നിനക്ക് എവിടെയോ ഇങ്ങനെ മച്ചം ഇരിക്കുന്നുണ്ട്, തൊട്ടതെല്ലാം നിനക്ക് വിജയമായിട്ട് തന്നെ ഇരിക്കുന്നത്, നീ വന്നിട്ട് കഷ്ടപ്പെടാതെ തന്നെ നിനക്ക് എല്ലാം കിട്ടുന്നുമുണ്ട്. അങ്ങനെ ഒരു ചില പേര് നമ്മൾ നോക്കുന്നുണ്ട്, ഇല്ലയാ? അങ്ങനെയുള്ളവർക്ക് എന്താച്ചാല് ജാതകത്തില് ശുക്രൻ വന്നിട്ട് ടോപ്പിലിരിക്കുന്നവരാണ് അവരൊക്കെ. ശരി, ശുക്രൻ വന്നിട്ട് നമ്മുടെ ജാതകത്തില് വീക്കായിരിക്കുന്നു, നമുക്ക് ശുക്രന്റെ അരുളേ കിട്ടുന്നില്ല.
അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ നമുക്ക് വിടാൻ പറ്റുമോ? അതിന് നമ്മൾ വായ്പ കൊടുക്കக்கூടാതെ എങ്ങനെയെങ്കിലും നമ്മളെ തിരിഞ്ഞുകൂടെ നോക്കാത്ത ശുക്രനെ നമ്മൾ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് അവരെ അടുത്തോട്ട് നമ്മൾ വലിച്ചുകൊണ്ട് വരണം. അവരെ തിരിഞ്ഞു നോക്ക വയ്ക്കണം നമ്മൾ. അവിടെയാണ് കഴിവ്. മറ്റുള്ളവരെല്ലാം എങ്ങനെ സുഖഭോഗമായിട്ട് ജീവിതം ജീവിച്ചു പോകുന്നുവോ അതുപോലത്തെ ജീവിതം നമ്മളും ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ആടിമാസ അവസാനത്തെ വെള്ളിയാഴ്ച, അതും മൂന്നാംപിറ ദർശനം ഇരിക്കക്കൂടിയ ഈ നാളില് ഈ ഒരു വിഷയം ആര് ചെയ്യുന്നുവോ അവർക്ക് അടുത്ത ദിവസം മുതൽ തന്നെ ജീവിതത്തില് പ്രശ്നമൊന്നും ഇരിക്കില്ല, തടസ്സമൊന്നും ഇരിക്കില്ല. പടിപ്പടിയായി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സ്റ്റാർട്ടാവും. പൊരുളാധാര മുന്നേറ്റങ്ങൾ ഏർപ്പെടും. സാമ്പത്തികം നന്നായിട്ട് മുന്നോട്ട് പോവും. സെൽവം വന്നു ചേർന്നിട്ടേയിരിക്കും. മാത്രമല്ല അധിഷ്ടങ്ങൾ തേടിയെത്തും. ഇനി എന്താ ശുക്രഭഗവാൻ എന്നത് യാര്? അവര് വന്നിട്ട് അസുരர்களോട് ഗുരു ശുക്രാചാര്യർ എന്നാണ് അറിയപ്പെടുന്നത്. അവരാണ് ശുക്രർ. സൂര്യനിലിരുന്ന് രണ്ടാമത്തെ കോളാണ് ശുക്രൻ. ഇംഗ്ലീഷിൽ വന്നിട്ട് നമ്മൾ വീനസ് എന്ന് പറയും. ഇവരാണ്, ഈ ശുക്രനാണ് ഒരാളിന്റെ ജീവിതത്തിൽ ആഡംബരം, സെൽവം, കല മീൻസ് ഡാൻസ്, പാട്ട്, അതൊക്കെ അറിയാമല്ലോ. പിന്നെ സൗന്ദര്യം, ഇതെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ അവങ്ങൾക്ക് വന്നിട്ട് ശുക്രന്റെ അരുള് വന്നിട്ട് ജാസ്തിയായി കിട്ടുന്നു എന്നർത്ഥം. ഇവർക്ക് വേറൊരു പേരിരിപ്പുണ്ട്, അത് കളത്രകാരകൻ എന്നാണ്. കളത്രകാരകൻ. കല്യാണത്തില് ഭാര്യയെ കുറിക്കുന്ന ഒരു സ്ഥാനമാണ് ഇവർക്ക് ഇരിക്കുന്നത്. സോ ഒരാളിന് വന്നിട്ട് കല്യാണ ജീവിതം നല്ലായിരിക്കുന്നു, കുടുംബം, അവരുടെ ദാമ്പത്യം ഒത്തിരി നല്ലായിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്നേഹപരമായിട്ടുള്ള ഇപ്പോൾ പ്രേമവിവാഹമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലായിരിക്കുന്നു. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ജീവിതത്തിൽ നല്ല വിജയം നേടിയവരാണ്. അതാണ് വിജയം. ദാറ്റ് മീൻസ് ഒരാണ് വന്നിട്ട് വിജയത്തിലേക്ക് പോകുന്നതും ജീവിതത്തിൽ താഴോട്ട് വരുന്നതും അതിന്റെ പിന്നില് ഒരു പെണ്ണ്, ഒരു സ്ത്രീ ഇരിക്കുന്നു എന്നത് പഴമക്കാരെ പറഞ്ഞു വന്നത് ശരിയല്ലേ? അത് 100-ന് 101% സത്യസന്ധം. വീട്ടിലിരിക്കുന്ന ഭാര്യ ആ വീടിനെ അനുസരിച്ച്, ഭർത്താവിനെ അനുസരിച്ച് വീട് വന്നിട്ട് ഒരു കോവിലാക്കി മുന്നോട്ട് ജീവിച്ചു പോയാൽ ആ ഭർത്താവിന് വന്നിട്ട് അതിവിടെ ഭാഗ്യം വേറൊന്നുമില്ല. കുടുംബം തീർച്ചയായിട്ടും അടുത്ത ഘട്ട വളർച്ചയിലേക്ക് നോക്കി പോകും. ഇന്ന് ശുക്രനിൽ വരുന്ന ഈ അവസാന വെള്ളി അദ്ദേഹത്തെ വശം പண்றதுக்கு നമ്മ ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു ചെറിയ മുടിച്ചിലാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇനി വരൂ, എന്തെല്ലാം പൊരുളാണ് അതിന്റെ ഉള്ളിൽ മുടിച്ചുകുള്ളിൽ വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ദയവ് ചെയ്ത് ഫസ്റ്റിലെ ഞാൻ പറയാം, ആ പൊരുളില്ല, ഈ വസ്തു ഇല്ല, എനിക്ക് വാങ്ങാൻ പറ്റില്ല, അതൊന്നും പറയാൻ പാടില്ല. അതിനാലെയാണ് ഞാൻ പതിവ് നേരത്തെ പോടുന്നത്. നിങ്ങൾക്ക് ഇന്നും നാളെയും കൊണ്ട് അത് വാങ്ങി നിങ്ങൾ റെഡിയാക്കിയിട്ട് ചെയ്തോളുക. ഈ ഒരു വഴിപാട് വന്നിട്ട് നിങ്ങൾക്ക് എന്ന് ചെയ്യാമെന്ന് നോക്കിയാല് വെള്ളിയാഴ്ച 3 നേരത്തിൽ ശുക്രഹോര വരുന്നുണ്ട്. മോർണിംഗ് 6-7 6 AM to 7 AM, മധ്യാഹ്നം 1 PM to 2 PM, ദെൻ നൈറ്റ് 8 PM to 9 PM. നിങ്ങൾക്ക് ഏത് നേരം വേണമെങ്കിലും ചെയ്യാം, അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളുക. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ശുദ്ധബദ്ധമായിരിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല. അതുപോലെ പീരീഡ്സ് എന്നോ പുലവാലായ്മെന്നോ ഒന്നും ചെയ്യാൻ പാടില്ല ആ ടൈമിൽ. പിന്നെ സ്ത്രീകൾ വന്നിട്ട് തലകുളിച്ചേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞാൻ എടുത്തു പറയുന്നത് തമിഴ്നാട്, കർണാടക ആ സ്ഥലത്തോട്ടൊക്കെ എല്ലാവരും ഡെയിലി തല കുളിക്കുന്നവരല്ല. അതിനാലെയാണ് ഞാൻ എടുത്തു പറയുന്നത്. ശരിയാ? ഇപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നിങ്ങൾ ഫേസ്റ്റില് ഒരു വെള്ള നിറത്തിലുള്ള തുണി എടുക്കുക. അത് ചതുര ആകൃതിയിൽ കട്ട് ചെയ്ത് വെച്ചോളുക. കോട്ടൺ തുണിയോ സിൽക്ക് കോട്ടനോ തൂയപ്പെട്ടെന്ന് പറഞ്ഞ് വെൺകോട്ടൺ ഇരിക്കും, അതോ നിങ്ങൾ എടുത്തോളുക. വെറും കോട്ടൺ എടുക്കുന്ന വിട മറ്റു 2 എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതല്ലെങ്കിൽ സിൽക്ക് കോട്ടന്റെ ബ്ലൗസ് വെള്ള തുണി ബിറ്റ് വാങ്ങാൻ കിട്ടും, അതായാലും നിങ്ങൾ വാങ്ങിച്ചോളുക. ഇതിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ വയ്ക്കാൻ വേണ്ടിയ പൊരുൾ എന്താ വെച്ചാല് പച്ചരിയാണ്. ജസ്റ്റ് ഒരു കുറച്ച് മതി, ഒരു 10-15 പച്ചരിസി എടുത്തു വെച്ചോളുക. പച്ചരിസി എന്നത് നമ്മൾ അന്നലക്ഷ്മിയെ കുറിക്കുന്നത്. ശരിയാ? ശുക്രൻ മീൻസ് അവർ വന്നിട്ട് വെണ്മൈ, പ്രകാശമാണ്, തുയ്മയാണ്. അതിനാലെയാണ് അവർക്ക് ലോഹം വന്നിട്ട് വെള്ള പുഷ്പങ്ങള്, വെള്ള നിറത്തിലുള്ള എല്ലാ പൊരുൾക്കളും ശുക്രനുക്ക് ഒരുകിയതെന്ന് പറയും. അടുത്ത് നമ്മൾ വയ്ക്കാൻ പോകുന്ന പൊരുൾ എന്താ വെച്ചാല് ശുക്രൻ എന്നാലേ ഇനിപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ വെള്ള കളറിലുള്ള ഡയമണ്ട് കർക്കണ്ട് കുറച്ച് വെച്ചോളുക.
ദെൻ അടുത്ത പൊരുൾ എന്താ വെച്ചാല് ശുക്രനിക്ക് ഉരുകിയ ധാന്യം എന്ന് പറയുന്നത് വെള്ള പയറാണ്. ശരിയാ? നിറയെ പേര് മുന്നാടി ഒരു വീഡിയോ ഞാൻ പണിയപ്പോൾ ചോദിച്ചു, കറുത്ത പയർ വെച്ചാൽ മതിയോ അല്ല പച്ച പയർ വെച്ചാൽ മതിയോ എന്നൊക്കെ. പറ്റില്ല, എന്ത് പറയുന്നു അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോളുക. ശരിയാ? വെള്ള തന്നെ വെക്കുക. ഇതിന് വന്നിട്ട് കുറിപ്പിട്ട എണ്ണമൊന്നും ഇല്ല, നിങ്ങൾ ഒരു പിടി എടുത്തങ്ങ് വെച്ചോളുക. ശരിയാ? ജസ്റ്റ് നിങ്ങൾ അപ്പടി എടുത്ത് വെച്ചോളുക. ദെൻ നെക്സ്റ്റ് പൊരുൾ എന്താ വെച്ചാല് നമ്മൾ വെക്കുന്നത് ഒരു തുണ്ട് പച്ച കർപ്പൂരം. ഇനി അഞ്ചാമത്തെ പൊരുൾ എന്താ വെച്ചാല് നിങ്ങൾ ഈ വഴിപാട് ചെയ്യണമെന്ന് മുടു ചെയ്താൽ മനസ്സിൽ കരുതിയാൽ നിങ്ങൾക്ക് വീട്ടിലതില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാവൂ. പിന്നെ വേറൊന്ന്, വെള്ളിയാഴ്ച രാവിലെ ഇമാതിരിയുള്ള പൊരുൾകളൊക്കെ വാങ്ങുന്നത് ഭയങ്കര നല്ലത്. ലക്ഷ്മി അമ്മയ്ക്ക് ഉരുകിയ പൊരുൾകൾ. ഇവിടെ വന്നിട്ട് അഞ്ചാമത്തെ പൊരുള് ഗോമതി ചക്രമാണ്. അത് 3 എന്ന ഒറ്റപ്പടയിൽ എടുക്കണം. നിങ്ങളുടെ കയ്യിൽ വെള്ള സംഖ്യ ഇരുന്നാലും നിങ്ങൾക്ക് ധാരാളമായിട്ട് എടുക്കാവുന്നതാണ്. സോ 3 ഗോമതി ചക്രം, അത് 3 ചെറുതായിട്ടുള്ളതായാലും മതി, ഇല്ല 1 വലുത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ 1 വെച്ചാലും മതി. സോ 5 പൊരുൾകൾ, 5 പൊരുൾക്കളും വന്നിട്ട് വെള്ള നിറത്തിലുള്ളത്. ഇനി ഇത് വെള്ള തുണിയിൽ വെച്ചല്ലോ, ഇത് വന്നിട്ട് നമ്മൾ മുടിച്ചി മാതിരി കെട്ടി കിഴി കെട്ടുക. മുടിച്ചി ഇട്ട് കിഴി കെട്ടിയിട്ട് നമ്മൾ ഒരു തട്ടിൽ വെച്ച് കുറച്ച് പൂവും ഇട്ടിട്ട് അത് മഹാലക്ഷ്മി അമ്മയുടെ പാദത്തിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. ഇപ്പോൾ മഹാലക്ഷ്മി അമ്മയുടെ ഫോട്ടോ നിങ്ങളുടെ പൂജാറയിലില്ല എങ്കിൽ നിങ്ങൾ പൂജാറയിലെ അമ്മനെ ഇത് വെച്ചിട്ട് സങ്കല്പിച്ചിട്ട് ഇങ്ങനെ വെച്ചോളുക. ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ശുക്രഹോര ടൈമിങ്സ് പറഞ്ഞല്ലോ, ഈ സമയത്ത് നിങ്ങളുടെ പണപ്പെട്ടിയിലോ സ്വർണ്ണപ്പെട്ടിയിലോ അല്ലെങ്കിൽ ലോക്കറില് അല്ലെങ്കിൽ കല്ലാപ്പെട്ടിയില് എവിടെ വേണമെങ്കിലും നിങ്ങൾ വന്നിട്ട് ഈ കിഴിയെടുത്ത് വെച്ചോളുക. ഇത് നിങ്ങൾ വയ്ക്കുമ്പോൾ ഒരേ ഒരു കാര്യം നന്നായിട്ട് ഗൗനിച്ചോളുക. നിങ്ങൾ മുന്നാടിയെ നമ്മുടെ പതിവുകളൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മുടിച്ചിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊരുളോ അതിനകത്ത് നമ്മുടെ പണപ്പെട്ടിയിലോ സ്വർണ്ണപ്പെട്ടിയിലോ വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഇടത്തില് ഈ മുടിച്ച് നിങ്ങൾ വയ്ക്കാതിരിക്കുക. ഏതുമേ ഒരു ഇടത്തിൽ നിങ്ങൾ വയ്ക്കാതെ ഇരിക്കുന്നെങ്കിൽ ആ ഇടത്തിൽ മാത്രമേ, ഇത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഇടത്തിൽ മാത്രമേ ഇത് വയ്ക്കാൻ പാടുള്ളൂ. ഇത് വന്നിട്ട് പുതിയതായിട്ട് വെച്ചാലേ അതിന്റെ ബലം കിട്ടുള്ളൂ. ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്വർണ്ണത്തിലോ ഒരു ചെറിയൊരു മോതിരമോ ഒരു കമ്മലോ എടുത്ത് ഒരു സ്വർണ്ണപ്പെട്ടിക്കകത്ത് ഇട്ടിട്ട് അതിനകത്തോട്ട് വെച്ചോളൂ. ശരിയാ? സോ നിങ്ങൾ അന്തമാതിരി ഒരു ഇടത്തിൽ വെച്ചോളുക. ഈ പതിവ് വന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ കരുതുന്നത്. പതിവ് പിടിച്ചിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ, പൊടിലോ എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ നിങ്ങൾ മെസ്സേജിലോ ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ കോണ്ടാക്ട് ചെയ്തോളുക. പ്ലീസ് ദയവ് ചെയ്ത് നാളത്തെ ദിവസം നിങ്ങൾ തകരവിടാതുങ്ക ചെയ്തോളുക. എന്ത് കാര്യമാണെങ്കിലും രാത്രി 8 to 9 ശുക്രഹോര ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ ചെയ്താലും മതി, ഒന്നും പ്രശ്നമില്ല. സമയം ധാരാളം ഉണ്ട്. പക്ഷെ അത്രയ്ക്കും ഇത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായ ഒരു കാര്യമാണ്. അതിനാൽ പ്ലീസ് ഇത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക. ഇനി അടുത്ത സന്ദേഹം എന്താ വെച്ചാൽ ഇനി ഇത് എപ്പോഴെടുത്ത് മാറ്റണമെന്നുള്ളത് ഇനി ഡൗട്ട് വരുമല്ലോ. ഇത് നിങ്ങൾക്ക് വന്നിട്ട് ഓരോരോ മാസത്തിൽ ഏതോ ഒരു വെള്ളിയാഴ്ച വന്നിട്ട് നിങ്ങൾക്ക് ഇത് ചേഞ്ച് പണിക്കലാം. ഉള്ളിരിക്കുന്ന പൊരുൾക്കൾ വന്നിട്ട് നിങ്ങൾക്ക് കർക്കണ്ട്, അരി, പച്ചരി ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾക്ക് പറവകൾക്ക് കൊടുക്കാം. കർപ്പൂരം വന്നിട്ട് അത് ഊറിപ്പോയിരിക്കും. അതിൽ പറവകൾക്ക് കൊടുക്കാൻ പറ്റാത്തവർ കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക. ഗോമതി ചക്രം വന്നിട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക. അടുത്ത് ചെയ്യുമ്പോഴും ഇത് അതേ ഗോമതി ചക്രം തന്നെ വെച്ചാൽ മതി. അപ്പോൾ പക്കത്തുള്ള ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ അമർത്താൻ മറക്കരുതേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.